റോയൽ റൂട്ട് 1-1 ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 15 ശനിയാഴ്ച. സമയം ഏതാണ്ട് 3:30 മണി. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ, പത്തനംതിട്ട വെതർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 36 ഡിഗ്രിയാണ്. അപ്പോൾ ആ ചൂട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ്. ആവറേജ് ഏതാണ്ട് ഒരു ദിവസം 15,000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വചനഗാന ശുശ്രൂഷയാണ് ഈ മണൽ തീരത്ത് നടക്കുന്നത്. നാളെ സമാപനമാണ് 16-ാം തീയതി. ഈ സമാപന ദിവസം എന്ന് പറയുന്നത് ഏതാണ്ട് 25,000 പേരോളം കാണും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ പന്തൽ തന്നെ ഏതാണ്ട് 100,000 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ 4-1 പോലും ആൾക്കാരില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയർ ഗ്യാപ്പ് ഇട്ടാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കാറ്റ് കിട്ടുന്നതിന് സൗകര്യത്തിനായിട്ട് ഈ പന്തലിൻ്റെ കോർണർ നോക്കിയാണ് അങ്ങനെ ഓരോരുത്തരും ഇരിക്കുന്നത്. അതൊക്കെ എല്ലാം വീശിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാം. കാര്യം നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി ഉണ്ട്. കാര്യം പമ്പാ നദി തീരമാണ് എങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ചൂടുണ്ട്. എല്ലാവരും ഓരോ വിശറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. സെൻട്രൽ ഭാഗമെല്ലാം ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. മർത്തോമ യുവജന സഖ്യം ചിന്തിക്കേണ്ടുന്നൊരു പോയിന്റാണ്. ഒരു സ്റ്റീൽ ബോർഡിലാണത്, ഒരു കമ്പിയിൽ വെൽഡ് ചെയ്തിങ്ങനെ വെച്ച് സന്നദ്ധ സുവിശേഷ സംഘം ഇങ്ങനെ കുറേ കാശ് മുടക്കിയാണ് ഇതുപോലെ കുറേ ഷെഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രൈവറ്റ് ടീമിൻ്റെ ഒരു ഷോപ്പാകട്ടെ ഒരു വകുപ്പ് കാര്യങ്ങളും ഇവിടെ ഇല്ല. സമഗ്രമായതിനെ ഉപേക്ഷിച്ചിട്ട് ഇടത്തരമായതും സാധാരണവുമായ ഒന്നിലേക്ക് ചുരുങ്ങിപ്പോകാനുള്ള പ്രലോഭനം നമ്മിൽ ഉണ്ടാവാം. The woman in today's gospel did not settle for a 90% life. ഈ വേദഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലായിട്ട് റെസ്റ്റ് എടുക്കുന്നതിനുണ്ടാക്കിയിരിക്കുന്ന ചെറിയ ഷെഡുകളാണ്. കാര്യം ഇവരുടെ കൂട്ടത്തിൽ തന്നെ VIP VVIPസും ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു എന്താ പറയുന്ന റെസ്റ്റിംഗ് ഏരിയയാണ്, ഒരു വിശ്രമ കേന്ദ്രം, കൗൺസിലിംഗ്. മർത്തോമ യുവജന സഖ്യത്തിന്റെ കൊയർ ടീമാണിത്. അവരൊരു ഗ്രൂപ്പായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. യുവജനങ്ങളാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവൻ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവർക്ക് പകരം മറ്റൊരാളെ വയ്ക്കാനാവില്ല. എന്ത് വലിപ്പത്തിലാണ് ഓരോ ഷെഡുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സംഘടനകളുടെയും ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. സാർ ഒരു മിനിറ്റ് നോക്കിയാട്ടെ. സാറിൻ്റെ പേര്? അജി അലക്സ്. സാറിന് എന്താണ് ഇവിടുത്തെ റോൾ? എന്താണ്? ഞാൻ നേരത്തെ ഉള്ളായിരുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ഇതിൻ്റെ കൺവെൻഷൻ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കാര്യം നമുക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സാറിനെ ഞാൻ വന്ന് കണ്ടത്. ഇപ്പോൾ കൺവെൻഷൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 7:30 അല്ലേ? 7:30 to 8:30 ആണ് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത് രാവിലെ 7:30 വരെ, വൈകിട്ട് 8 മണി വരെയാണ്. 7:30 മുതൽ രാവിലെ 7:30 മുതൽ. അത് 7:30 മുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണുള്ളത്. രാവിലെ 7:30 മുതലുള്ളതായത് ബൈബിൾ ക്ലാസ് ആണ് കുട്ടികൾക്ക് വേണ്ടി. അത് കഴിഞ്ഞിട്ട് വ്യത്യസ്തമായ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞെന്നും യുവവേദി ഉണ്ടാകും. വനിതകൾക്ക് വേണ്ടി ഓരോരുത്തർക്കും സമയങ്ങൾ, ഓരോ
ദിവസവും വ്യത്യസ്തമായ സമയങ്ങൾ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7:30 തൊട്ട് 8:30 വരെ കഴിഞ്ഞ മാരാമൺ കൺവെൻഷന് മുമ്പുള്ള മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചതാണ്. നമ്മൾക്ക് മർത്തോമ സഭയുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പല ഭാഷകളിലുള്ളതായ ആരാധനകൾ നടക്കുന്നു. അപ്പം മറ്റുള്ളതായ സ്ഥലങ്ങളിലുള്ളതായ ആളുകൾ എത്തി വരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ. ഇന്നിപ്പം ലാസ്റ്റ് ശനിയാഴ്ചയാകും. അതെ, ഇന്ന് ശനിയാഴ്ച 15-ാം തീയതി. നമ്മൾ നോക്കുമ്പോൾ 6 തൊട്ട് 7:30 വരെ പൊതുയോഗം. ഇടയ്ക്കുള്ളത് ഗാനശിക്ഷ. അത് കഴിഞ്ഞ് കാണുന്നത് കന്നഡക്കാർക്ക് വേണ്ടിയുള്ള ഫെലോഷിപ്പായിരുന്നു വൈകിട്ട്. കന്നഡ ഭാഷയിലുള്ള എല്ലാ ഭാഷയിലുള്ളതുണ്ട്. എല്ലാ ഭാഷയിലും ഓരോ ദിവസങ്ങളിലാണ് വ്യത്യസ്തമായ ദിവസങ്ങളിൽ ബുധൻ മുതൽ ശനി വരെ വ്യത്യസ്തമായ ഭാഷകളിൽ ഫെലോഷിപ്പുകൾ നടത്തുന്നു. അതാണ് ഈ കാണുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടാണ്. ഉച്ച കഴിഞ്ഞ് എന്നും 2:30 മുതൽ 4 മണി വരെ പൊതുയോഗമുണ്ട്. അപ്പോൾ അതിൽ ഓരോ പൊതുയോഗങ്ങളും വ്യത്യസ്തമായ ആളുകൾക്ക് വേണ്ടിയായിരിക്കും. വൈകിട്ടത്തേതാണ് മെയിനായിട്ടുള്ള സായാഹ്നം ആയിട്ടുള്ളതായ കൺവെൻഷൻ നടക്കുന്നത് 6 തൊട്ട് 7 മണി വരെ 7:30 വരെ. അത് പൊതുയോഗങ്ങളാണ്. അതിലാണ് ഡിഫറെൻ്റ് ആളുകൾ മെസ്സേജസ്. ഈ ഒരു ഷെഡ്യൂൾ അങ്ങനെയായിരിക്കും എന്നും കൺവെൻഷൻ്റെ ഓർഡർ ജസ്റ്റ് ഒന്ന് ജനം കാണുന്നതിന് വേണ്ടി സാറേ, ഇപ്പോൾ ഒരു കൺവെൻഷൻ ഇപ്പം നടത്തുന്നു. ഈ 8 ദിവസമല്ലേ? അതെ, 8 ദിവസം. ഞായറാഴ്ച തൊട്ട് അടുത്ത ഞായറാഴ്ച 8 ദിവസം വരും. ഇതിന് വരുന്ന ഒരു എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ഇതിന്റെ ചെലവുകൾ, അത് ഇതെല്ലാം നടത്തുന്ന സഭ നിങ്ങളുടെ. അതെ, ശരിക്കും ഞാൻ പറഞ്ഞു തരുന്നത് മർത്തോമ ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ, മലങ്കര മർത്തോമ ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ എന്നൊരു സംഘടന മർത്തോമ സഭയുടെ രജിസ്റ്റേർഡ് ഉണ്ട്. ആ സംഘടനയാണ് മാരാമൺ കൺവെൻഷൻ നടത്തുന്നത്. മാരാമൺ കൺവെൻഷൻ സാറേ പോയിന്റ്, ഇത് ഹൈലൈറ്റ് ഇതാണ്. മാരാമൺ കൺവെൻഷൻ നടത്തുന്നതും സുവിശേഷ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ആ സംഘടനയാണ്. പക്ഷെ അതിനുള്ളതായ സോഴ്സ് ഓഫ് ഫണ്ടിങ് എന്ന് പറയുന്നത് മർത്തോമ സഭ ജനങ്ങളാണ്. സുവിശേഷത്തിന് വേണ്ടി എല്ലാ ആളുകളും അവരുടെ വിഹിതം മാറ്റിവെക്കുന്നു. ഒരു 50 lakhs ഒരു എക്സ്പെൻസ് കാണത്തില്ലേ ഈ 8 ദിവസം കൊണ്ട്? എങ്ങനെ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇത്രയും ഒരു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് സാമ്പത്തിക സോഴ്സസ് ഇല്ലാതെ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ചെലവുകൾ മൊത്തമായിട്ട് വഹിക്കുന്നത് ഈ പ്രാർത്ഥനയിലും ഈ കൺവെൻഷനിലും പങ്കെടുക്കുന്നതായ ജനങ്ങൾ തന്നെ, ഓരോ വ്യക്തികളുടെ അവരുടെ കോൺട്രിബ്യൂഷനാണ്. സ്വോത്ര കാഴ്ചയായി പല രീതിയിലുള്ള മലങ്കര കാത്തലിക്കരും അത് തന്നെ, ലാറ്റിൻ കാത്തലിക്സ് എല്ലാം അതല്ല. ഇതിനു വേണ്ടി ഒരു സഭ ഫണ്ട് മാറ്റിവെക്കുന്നില്ല. ഇതിന് ജനറേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങൾ. മർത്തോമ സഭയെക്കുറിച്ച് അറിയേണ്ടത്, മർത്തോമ സഭ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുന്ന സഭയാണ്. 130 വർഷങ്ങൾക്ക് മുമ്പ് 1896 ആരംഭിച്ചല്ലേ? 130 സഭാധ്യക്ഷന്റെ പേരാണ് തിയോഡീഷ്യസ് മർത്തോമ മെത്രാപ്പൊലീത്ത. ഓക്കെ സാറേ, താങ്ക് യു സോ മച്ച്. ഒരു പ്രെയർ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയതാണ്. ഇപ്പോൾ അടുത്ത യുവജന വേദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം 4 മണിക്ക് ശേഷം ആരംഭിക്കും. അപ്പോൾ അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ആൾക്കാർ കിട്ടുന്ന ഒരു ചെറിയ ഇടവേള, അവരവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും പരസ്പരം അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. യുവതി ടീമാണോ? എവിടെ നിന്ന് വരുന്നത്? തലവടി. ഞാൻ നിന്റെ പുറകെ ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൾറെഡി എത്ര പേര്? 10,000 ആൾമോസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല, ഇപ്പം യോഗത്തിൽ ഉണ്ടാവുമോ? ഇപ്പം കഴിഞ്ഞ ആവറേജ് ഒരു പറയുന്നുണ്ട്. ആവറേജ് ഒരു രാവിലെ നല്ല ആളായിരുന്നു, ഉച്ചയ്ക്ക് അത്ര ഇങ്ങനെ പോകുന്നു. ഇതിന് ഫിക്സ് അല്ലല്ലോ, വരിക പോവുക, ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കുക. രാത്രിയിൽ വൈകിട്ട് നല്ല 6 മണിക്ക് മർത്തോമ യുവവേദിയുടെ ഗായക സംഘം ഏതാണ്ട് 90 പേരോളമുള്ളൊരു ടീമാണ്. ഇപ്പോൾ അവരുടെ ആ ഒരു ഗാനം ഉടനെ ആരംഭിക്കുന്നതാണെന്ന് പറയുന്നു. നമുക്കത് കൂടി കണ്ടു കേട്ടിട്ട് പോകാം. ഓക്കെ.
ദേശമായി സേവനത്തിൻ യുവജന സഖ്യമായി പമ്പാ നദിയുടെ മണൽത്തീരത്ത് കോഴഞ്ചേരി മാരാമൺ പമ്പാ നദിയുടെ മണൽത്തീരത്ത് ഏതാണ്ട് 100,000 പേർക്കിരിക്കാവുന്ന ഒരു പന്തലാണ് ഇന്നൊരുക്കി ഈ മർത്തോമ കൺവെൻഷൻ നടക്കുന്നത്. 130ാം കൺവെൻഷനാണ് ഇന്ന് നടക്കുന്നത്. അതായത് 1896-ലാണ് ഈ കൺവെൻഷൻ ആരംഭിച്ചത്. ഇന്നത്തേക്ക് ഏതാണ്ട് 130 വർഷങ്ങൾ തികയാണ് ഈ ശ്രോതാക്കളോട് ആവശ്യപ്പെടുന്നത്. And at the same time, Jesus highlights the ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കൺവെൻഷൻ കാണുന്നതിനായിട്ട് ഇവിടെ ഈ മാരാമണിലെത്തും, കോഴഞ്ചേരി മാരാമണിലെത്തുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ എലന്തൂർ അമ്മയുടെ വീട്ടിൽ നിന്നാണ് ചെറിയ ആ ഒരു പ്രായത്തിൽ ഞാൻ പഠിച്ചത്. ഏതാണ്ട് 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8-9 വയസ്സ് കാണുമല്ലോ. 10 വയസ്സായിട്ട്. അപ്പോഴിവിടെ വരുന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് ടോയ്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്, കളിപ്പാട്ടങ്ങൾ. ആ ഒരു ചെറിയ ഓർമ്മ എനിക്ക് ഇപ്പോഴും നിൽപ്പുണ്ട്. ഈ നടന്നു പോകുന്ന വഴിയുടെ ഇരു സൈഡിലായിട്ട് പാവയും കളിപ്പാട്ടങ്ങളും അത് ഇതും പല രീതിയിലുള്ള അതൊന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ചാലാണ് ഞാൻ ഈ വഴിയിലൂടെ യാത്ര വരുന്നത്. അങ്ങനെ പമ്പാ നദിയുടെ കുറുകെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നടപ്പാതയാണിത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണ്. ആ സൈഡിലും ഉണ്ട് ഇത്. കണ്ടില്ലേ ഇവിടുത്തെ ഒരു വിഷയം. റൂബിയൻ്റെയൊക്കെ തിരിച്ചു പോയോ? ആ റൂബി വന്നായിരുന്നു, എനിക്കറിയത്തില്ല, വിളിച്ചില്ലല്ലോ. വരുമെന്നൊക്കെ പറഞ്ഞു. മുൻപ് ഞാൻ ഇൻഫോം ചെയ്തല്ലോ, ആ പാലമൊക്കെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുണ്ടാക്കിയ പാലമാണ്. 1948-ലാണ് തോന്നുന്നു ആ പാലം നിർമ്മിച്ചത്. ഇന്ന് ബദലായിട്ട് ഇപ്പുറത്തൊരു പാലം വേറെ നിർമ്മിക്കുന്നുണ്ട്, ന്യൂ കൺസ്ട്രക്ഷൻ. പ്ലാന്റ്സ് കൊണ്ടുപോകാനാണ് അഗ്രികൾച്ചർ. മാരാമൺ കൺവെൻഷനോട് അനുബന്ധിച്ച് പ്രിയ ഉപഭോക്താക്കൾക്കായി പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു വ്യവസായ വാണിജ്യ ഉത്പന്നങ്ങളുടെ പ്രദർശന വിപണനം. അങ്ങനെ കോഴഞ്ചേരി പാലത്തിൽ നിന്ന് കാണുന്ന ഒരു ദൃശ്യമാണിത്. കോഴഞ്ചേരി പാലത്തിൽ നിന്ന് കാണുന്ന ഒരു മാരാമൺ കൺവെൻഷൻ്റെ പന്തലും അതിനോടനുബന്ധപ്പെട്ട കാഴ്ചകളുമാണ് ഇതിൽ നിന്നും കാണുന്നത്. കണ്ടോ? ഇത് വ്യക്തമല്ല എങ്കിൽ തന്നെയും
കൺവെൻഷനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. എൻ്റെ ഇത്രയും ഒരു വീഡിയോ ശ്രമിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ അത് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 4 മണി സമയം കഴിഞ്ഞു. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഞാൻ ഈ പന്തലും ഇതിൻ്റെ ഏരിയയുമായിട്ട് കവറേജ് ചെയ്തു. അപ്പോഴേ നമുക്കങ്ങ് ഓടിയെത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പുനലൂർ കൊല്ലം ജില്ലയിലേക്ക്, പത്തനംതിട്ട ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ള താല്പര്യത്തിലാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഒരു ചാനൽ എടുക്കുന്നതിനായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സിംഗിളായിട്ട് വരുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അതും ബസ്സിന്, റൂട്ട് ബസ്സിന് കയറിയാണ് വന്നിരിക്കുന്നത്. അതും ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ വെയിലല്ലേ, 2 വീലർ ഓടിക്കുന്നതിന് ബുദ്ധിമുട്ട്, കാർ കൊണ്ട് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, കോസ്റ്റ്ലി അല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു കോസ്റ്റ് കൺട്രോൾ, അതിൻ്റെ ഭാഗമായിട്ട് ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വരാം എന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നു. അത്രമാണ്.
ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ വരും വരെയും ഏവർക്കും നന്ദി, നമസ്കാരം.